ദാ ഈ ഒരു പലഹാരം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിംഗ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ വലിഞ്ഞ് ഇതുപോലെ ഡ്രൈ ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്തെടുത്തോളൂ. അപ്പോഴേക്കും ഇതിൻ്റെ ചൂടും ഒരല്പം മാറി വരും. ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരികയും ചെയ്യും. 5 മിനിറ്റിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് നീഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഇളം ചൂടുണ്ട്. ആ ഒരു ചൂടിൽ തന്നെയാണ് ഞാനിവിടെ കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു കൂട്ട് തന്നെയാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനും തയ്യാറാക്കുന്നത്. അതിലേക്ക് അന്നേരം ചില്ലി ഫ്ലേക്സ് ഒന്നും ചേർത്ത് കൊടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഒട്ടും ക്രാക്കില്ലാതെ ഈസി ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ എല്ലാം തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഏത് പാത്രത്തിലാണോ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രത്തിൽ എണ്ണയോ നെയ്യോ തടവിയിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് ആവി കയറ്റി എടുക്കാം. അതിനായിട്ട് സ്റ്റീമർ കുറച്ച് വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ തന്നെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഉരുളകളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു മസാലയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം മാഗി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി മാഗി മസാല കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് പകരം നിങ്ങൾക്ക് സാമ്പാർ മസാല ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടും ഈ ഒരു മസാല തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഈ ഒരു ഉരുളകളും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മസാലയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/2 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർത്തിട്ടുണ്ട്. വെളുത്ത എള്ളോ കറുത്ത എള്ളോ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എള്ളില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണം.